വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ടാറ്റ ഹാരിയറിന്റെ ലിമിറ്റഡ് എഡിഷൻ, സ്റ്റെൽത്ത് എഡിഷൻ ആണ് ഈ ഒരു സുന്ദരനായിട്ടുള്ള ഈ വണ്ടി. സൂപ്പർ ബ്ലാക്ക് എന്നൊക്കെ പറയുന്നത് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള സ്റ്റെൽത്ത് എഡിഷൻ, ഹാരിയറിന്റെ സ്റ്റെൽത്ത് എഡിഷൻ ആണ്. അതിന്റെ ലോഞ്ചാണ്, നമ്മൾ പങ്കെടുത്തായിരുന്നു. അടിപൊളിയാണ്, ലുക്ക് കാണുമ്പോൾ അടിപൊളിയാണ്. ഗുരുവായൂരുള്ള ഹൈസൺ മോട്ടോഴ്സിലാണ് നമ്മുടെ ലോഞ്ച് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ടിയാഗോ EV ആണ്. എല്ലാവരും കാത്തിരിക്കുന്നത് സ്റ്റെൽത്ത് എഡീഷന്റെ ഫീച്ചേഴ്സ് പറയുന്നത് കേൾക്കാനായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റെൽത്ത് എഡീഷന്റെ വിശേഷങ്ങളിലേക്ക് പോവാണ്. ടാറ്റ സഫാരി 27 വർഷമായി ഇന്ത്യൻ നിരത്തുകളിൽ ഇറങ്ങിയിട്ട് ഈ മെഗാ സെലിബ്രേഷനിൽ നമുക്ക് ടാറ്റ സമ്മാനിച്ചിരിക്കുന്നത് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള പ്രീമിയം ലുക്കുള്ള പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ള ഈ സുന്ദരനെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള DRL കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഡാൻസ് ചെയ്യുന്ന ഇൻഡിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. അതിന് താഴെയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങില് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള ADAS ലെവൽ 2+ സിസ്റ്റം ആണ്. സേഫ്റ്റി നമുക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫ്രണ്ടിലെ ഡോറുകൾക്ക് നമുക്ക് റിക്വസ്റ്റ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വാരിയന്റ് മാത്രമേ ഉള്ളൂ, അതായത് ഫുൾ ഓപ്ഷൻ മാത്രമേ വണ്ടി കിട്ടുള്ളൂ, നോട്ട് ദ പോയിന്റ്. ഓട്ടോമാറ്റിക്കലും മാനുവലും നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് ബ്ലാക്ക് കളർ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടും ബ്ലാക്ക് എഡിഷൻ ആയതുകൊണ്ടും ഡാർക്ക് എഡിഷൻ ആണ് കേട്ടോ, അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്, മൂഡ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ലക്ഷറി ഫീൽ ആണ് കേട്ടോ. 31.24 സെന്റിമീറ്റർ ഹാർമന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ആവുന്നതാണ്. ആർക്കേഡ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്, അതിൽ നമുക്ക് പ്രൈം വീഡിയോ, യൂട്യൂബ്, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. മോഡ് മാറ്റാനുള്ള നോബാണിത്. അത് നോർമലി, റഫ്, വെറ്റ്, ഇങ്ങനെ 3 മോഡുകളാണുള്ളത്. സ്ലൈഡിംഗ് ആയിട്ട് ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി വന്നപ്പോ നമുക്ക് സിഗ്നൽ വാണിംഗ് കിട്ടിയില്ലേ, അപ്പൊ അതൊക്കെ നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ട്. 360 സറൗണ്ടിങ് വ്യൂ സിസ്റ്റം ഉണ്ട്. മാപ്പ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു നാവിഗേഷൻ ഉണ്ട്. അതിൽ നമുക്ക് മാപ്പ് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ആപ്പ് നമുക്ക് കിട്ടുന്നതാണ്. 5 സ്പീക്കേഴ്സ്, 4 ട്യൂറ്റേഴ്സ്, ഒരു സബ് ബൂഫർ അടക്കം അടിപൊളി ഒരു JBL സൗണ്ട് സിസ്റ്റം ആണ് ഇതിലിരിക്കുന്നത്. 170 PS പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രയോട്ടിക് 2 ലിറ്റർ BS6 phase 2 ടർബോ ചേഞ്ചഡ് എഞ്ചിൻ ആണ് വരുന്നത്. 19 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ അല്ലേ കാണാൻ? പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങില് ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ കാണാൻ ഒരു സുന്ദരം തന്നെ. സൈഡിലെ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, അത് പിയാനോ ബ്ലാക്കിലാണ്. അങ്ങനെ സൈഡിലൊക്കെ പിയാനോ ബ്ലാക്ക് ഇങ്ങനെ മിററിൽ കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ടെയിൽ ലാമ്പ് ഒക്കെ ഉണ്ടല്ലോ, പൊളിയാണ്, പൊളി പളവളാ തിളങ്ങാണ്. സൂപ്പറാണ് കേട്ടാ, ഭയങ്കര നൈസ് വൈബാണ് നമുക്ക് കാണുമ്പോ തന്നെ. ചാവി കയ്യിൽ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ പോക്കറ്റിൽ ഉണ്ടായാൽ മതി. നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡിക്കിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതാണ്. ഞാൻ എന്താണെന്നറിയോ മാറി നിന്നത്, അവിടെ അത് തുറക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാട്ടോ. 445 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ പ്രൈസ് എത്രയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ, അപ്പൊ ഞാൻ പറയാം. മാനുവലിന് നമുക്ക് 25,09,990 രൂപയാണ്. പിന്നെ ഓട്ടോമാറ്റിക് വരുമ്പോ 26,49,990.
നമ്മുടെ വീഡിയോന്റെ താഴെ ഒരു ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് ഓൺ റോഡ് പ്രൈസ് പറയാത്തതെന്ന്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇവിടെ ഒരു ഓഫർ ഉണ്ടാവും. അപ്പൊ ആ ഓഫർ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിലക്ക് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ എക്സ് ഷോറൂം പ്രൈസ് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ഇട്ടാൽ മതി. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത് ക്ലിയർ ആക്കി. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും നമുക്ക് അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി സീറ്റ് ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൂഡ് ലൈറ്റ് ഉണ്ടല്ലോ, അത് ചേഞ്ച് ആക്കണതും അതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ നോക്കി പഠിക്കാട്ടോ ജസ്റ്റ്. ഇനി നമ്മുടെ സൺറൂഫ് കാണാൻ. വാവ്, സൺറൂഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു സൺറൂഫ് ഉള്ള കാറ് വാങ്ങിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മൈ ഡ്രീം ആണ് കേട്ടോ. അപ്പോ ഇതിന് പനോറമിക് സൺറൂഫ് ആണ് വന്നിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടും പിടിക്കാതിരിക്കാനൊക്കെ. ഇത് നമുക്ക് മൂഡ് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പോൾ നമുക്കത് കളർ മാറ്റാൻ പറ്റും, കളർ തീം മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് പാട്ടൊക്കെ വെച്ച് നമ്മൾ മിന്നിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഒരു എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ. നമ്മളിതുവരെ രാത്രിയിൽ നമ്മള് റിവ്യൂസ് ഒന്നും എടുക്കാറില്ല. ലോഞ്ചിങ്ങിന്റെ അനുബന്ധിച്ച് നമ്മള് രാത്രിയിൽ വീഡിയോ എടുക്കാണ്. അപ്പൊ ഈ മൂഡ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ മൂഡ് ലൈറ്റ് ഒക്കെ നമുക്ക് ഇതില് ഭയങ്കരമായിട്ട് വിസിബിൾ ആണ്. വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? മൂഡ് ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് കളേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് മൂഡ് ലൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു കോ ഡ്രൈവേഴ്സും അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും യൂണീക്ക് ആയിട്ട് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ടാറ്റ ഹരിയറിന്റെ സ്റ്റെൽത്ത് എഡിഷൻ. സ്റ്റെൽത്ത് എഡിഷൻ 2700 ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അതിന് പകുതിയോളം സെയിലായി കഴിഞ്ഞു. ഇനി കുറച്ചേ ഉള്ളൂ. നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക. സ്റ്റെൽത്ത് എഡിഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നിങ്ങൾക്ക് ഹൈസ മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാറ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.